ഓം ശാന്തി. ഞാൻ ഈ സൃഷ്ടിരൂപി ഡ്രാമയിൽ ഹീറോ പാർട്ടുധാരിയാകുന്നു. കൽപ്പകൽപ്പത്തിലെ വിജയി ആത്മാവാണ് ഞാൻ. പദം ഭാഗ്യശാലിയാണ്. സൃഷ്ടിയുടെ ആദികാലത്തിൽ ഞാൻ സ്വരാജ്യ അധികാരിയായിരുന്നു, വിശ്വരാജ്യ അധികാരിയായിരുന്നു. ഞാൻ തന്നെയാണ് മുഴുവൻ കൽപ്പത്തിലെ പൂർണ്ണമായും 84 ജന്മങ്ങളെടുത്തത്. ഇപ്പോൾ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ, സംഗമയുഗത്തിൽ സ്വയം ബാബ എനിക്ക് സ്മൃതി തന്നിരിക്കുന്നു. ഞാൻ പാസ് വിത്ത് ഓണറായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും 4 സബ്ജക്ട്സിൽ ഫുൾ മാർക്സ് എടുത്ത് പാസ് വിത്ത് ഓണർ ആവുകയാണ്. ഈ സംഗമയുഗത്തിൽ സ്വയം ഭഗവാൻ എന്നെ ഈശ്വരീയ പഠിത്തം പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ നിയമിത രൂപത്തിൽ സർവശ്രേഷ്ഠ ഈശ്വരീയ പഠിത്തം പഠിപ്പിക്കുന്നു. ഈശ്വരീയ ജ്ഞാനത്തെ സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നു. ജ്ഞാനസ്വരൂപമാകുന്നു. ദേഹബോധത്തിൽ നിന്നും, ദേഹാഭിമാനത്തിൽ നിന്നും സദാ മുക്തമാകുന്നു. ദേഹി അഭിമാനി സ്ഥിതിയിൽ സദാ സ്ഥിതമാകുന്നു. ആത്മാ സഹോദരനെ കാണുന്നു, സഹോദരനോട് വാർത്താലാപം ചെയ്യുന്നു. നിരന്തരം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്നും ദൂരെയാകുന്നു. സൂക്ഷ്മ ആസക്തികളിൽ നിന്നും മുക്തമാണ്. ബാബയുടെ ഓർമ്മയിലൂടെ ശക്തിശാലിയാകുന്നു. മാസ്റ്റർ സർവശക്തിവാനാകുന്നു. സമ്പൂർണ്ണ പവിത്രമായിരിക്കുന്നു. പവിത്രത മനസ്സ വാച കർമ്മണ ദൃഷ്ടി വൃത്തി കൃതിയിലൂടെ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ തിളങ്ങുന്നു. ഞാൻ സമ്പൂർണ്ണ പവിത്രമാകുന്നു. മറ്റുള്ളവരെയും പവിത്രമാക്കുന്നു. സർവ ദിവ്യ ഗുണങ്ങളും ധാരണ ചെയ്ത് സർവഗുണസമ്പന്നമായി തീരുന്നു. ഞാൻ കേവലം ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. കേവലം ബാബയെ മാത്രം ഫോളോ ചെയ്യുന്നു. ബാബ് സമാനമായി തീരുന്നു. നിരന്തരം ശരീരം, മനസ്സ്, ധനം, സങ്കല്പം, സമയം, ശ്വാസം വഴി ഈശ്വരീയ സേവനങ്ങളിൽ തൽപരനായിരിക്കുന്നു. സേവയിൽ എന്റേതെന്നതിൽ നിന്നും ദൂരെയാകുന്നു. പേരും പെരുമയിൽ നിന്നും മുക്തമായിരിക്കുന്നു. ബാബയുടെ അസീമ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു. പരിശ്രമമുക്തമാകുന്നു. നിർവിഘ്നമായി തീരുന്നു. ഇപ്പോൾ ബാബ തന്നെയാണ് എൻ്റെ ലോകം, മറ്റാരുമില്ല. എനിക്ക് കേവലം 2 ശബ്ദം ഓർമ്മ വരുന്നു. ഇപ്പോഴല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇപ്പോൾ ഈ ഒരു ലക്ഷ്യം മാത്രം
എനിക്ക് പാസ് വിത്ത് ഓണറായി കാണിക്കണം. ഞാൻ കൽപ്പത്തിലെ ബാബയുടെ പാസ് വിത്ത് ഓണർ കുട്ടിയാണ്. വിജയമാലയിലെ മണിയാണ്. സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ സ്മൃതി സ്വരൂപമായി, അനുഭവി മൂർത്തിയായി, സെക്കൻഡിൽ തീവ്ര വേഗതയിൽ പരിവർത്തനം ചെയ്ത് പാസ് വിത്ത് ഓണറാകുന്നു. ബാപ്പ് ദാദ കുട്ടികളുടെ മസ്തകത്തിൽ 3 വിശേഷ ഭാഗ്യത്തിൻ്റെ രേഖകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. 1 പരമാത്മാ പാലനയുടെ രേഖ, 2ാമത്തേത് ശ്രേഷ്ഠ ശിക്ഷണത്തിൻ്റെ രേഖ, 3ാമത്തേത് ശ്രീമതത്തിൻ്റെ ഭാഗ്യരേഖ. പരമാത്മ സ്നേഹത്തിൻ്റെ പാലനയുടെ രേഖ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞാൻ സദാ ഈ രേഖകൾ മസ്തകത്തിൽ തിളങ്ങുന്നത് അനുഭവം ചെയ്യുന്നു. ഞാൻ സ്മൃതി സ്വരൂപമാകുന്നു, അല്ലെങ്കിൽ വ്യർത്ഥ സങ്കല്പവും സാധാരണ സങ്കല്പവും കൂടിച്ചേരുന്നു. എൻ്റെ അവിനാശിയായ സ്വരൂപമാണ് സ്മൃതി സുസമർത്ഥ സ്വരൂപം. ഈ സമയത്തിൻ്റെ സ്മൃതി സ്വരൂപത്തിൻ്റെ ഫലമാണ് ആദി സ്വരൂപം. അന്തിമത്തിലെ സംഗമ സമയത്തും സ്മൃതി സ്വരൂപമാണ്. ഈ സമയത്ത് അനുഭവി മൂർത്തിയാകുന്നതാണ് ശ്രേഷ്ഠസ്ഥിതി. അനുഭവി മൂർത്തി ഒരിക്കലും ദുഃഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നില്ല. അനുഭവത്തിൻ്റെ ആധാരം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അനുഭവി ആത്മാക്കൾ സദാ മുമ്പോട്ടു പോകുന്നു. ഓരോ പോയിന്റിൻ്റെയും അനുഭവി സ്വരൂപമാകുന്നവരാണ് ജ്ഞാനസ്വരൂപാത്മാക്കൾ. യോഗത്തിൻ്റെ അനുഭവത്തിലൂടെ ശക്തി സ്വരൂപമാകുന്നു. 4 വിഷയത്തിലും സ്മൃതി സ്വരൂപവും അനുഭവി സ്വരൂപമാകണം. അപ്പോൾ സ്ഥിതിയിൽ നിമിത്ത ഭാവമുണ്ടാകുന്നു. വൃത്തിയിൽ ശുഭഭാവവും നിസ്വാർത്ഥ ഭാവവും, വായുമണ്ഡലത്തിൽ നിർമ്മാണ ഭാവവും, വചനത്തിൽ സദാ നിർമ്മലവാണി. ഈ വിശേഷതകൾ അനുഭവി മൂർത്തിയുടെ സ്വഭാവമായിരിക്കും. പഴയ സ്വഭാവ സംസ്കാരങ്ങൾ ഇമോർജാകുന്നത് കാരണം പരിവർത്തന ശക്തിയുടെ കുറവാണ്. സെക്കൻഡിൽ പരിവർത്തന ശക്തി കാര്യത്തിൽ വരണം. സ്മൃതിയിലൂടെ സമർത്ഥ സ്വരൂപമാകുന്നു. അന്തിമ സമയത്ത് സെക്കൻഡിൻ്റെ പേപ്പർ വരുന്നു. സെക്കൻഡിൽ പാസ് വിത്ത് ഓണറാകണം. ബാപ്പ് ദാദ സൂചന നൽകുന്നു. പരിവർത്തനത്തിൻ്റെ മിഷനറി തീവ്രമാക്കൂ. ബാപ്പ് ദാദ 3 സമ്പാദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. പുരുഷാർത്ഥത്തിൻ്റെ ഗതിയുടെ സമ്പാദ്യം, ആശീർവാദങ്ങളുടെ സമ്പാദ്യം, പിന്നെ പുണ്യത്തിൻ്റെ സമ്പാദ്യം. ബാപ്പ് ദാദ പറയുന്നു, തീവ്ര പുരുഷാർത്ഥിയാകൂ. തീവ്രഗതിയിലൂടെ സമാപ്തി
സമാപ്തി ചെയ്യുന്നവരാകൂ. വായുമണ്ഡലം പരിവർത്തനം ചെയ്യൂ. ബാപ്പുദാദ പറയുന്നു, സമാപ്തിക്കുള്ളിൽ തീവ്രഗതിയുടെ അത്ഭുതം കാണിക്കൂ. ബാബ നൽകിയ വരദാനമാണ് സ്മൃതിയുടെ സ്വിച്ചിൽ കൂടി സ്വമംഗളവും സർവരുടെയും മംഗളവും ചെയ്യുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കൂ. ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഈ സ്മൃതിയിലൂടെ സ്വയം ശക്തിശാലിയാകൂ. മറ്റുള്ളവരെയും ശക്തിശാലിയാക്കൂ. പുതിയ ജന്മത്തിൽ പുതിയ സ്മൃതിയുണ്ടാകും. പഴയതെല്ലാം സമാപ്തമാക്കണം. ഈ വിധിയിലൂടെ സിദ്ധി സ്വരൂപത്തിൻ്റെ വരദാനം പ്രാപ്തമാകുന്നു. അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നതിനായി തൻ്റെ ജ്ഞാനസ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഓം ശാന്തി.